ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെല്ലാവരും കൂടി ഒരു ക്രിക്കറ്റ് കളിക്ക് പോയതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ടുള്ള ഒരു ഹൗസ് പാർട്ടിയാണ് കേട്ടോ എന്നുള്ളത്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. പെട്ടെന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരാഴ്ച കൊണ്ട് തട്ടിക്കൂട്ടുണ്ടാക്കിയൊരു പ്ലാനിലായിരുന്നു ഒരു ഹൗസ് പാർട്ടി ഞങ്ങൾ സെറ്റ് ചെയ്തത്, അതും ടിജോയുടെ വീട്ടിൽ. സാധനങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മേടിച്ചു. കുറച്ച് പേര് ഫുഡ്, കുറച്ച് പേര് ഡ്രിങ്ക്സ്, കുറച്ച് പേര് പിസ്സ, ചിക്കൻ, മീൻ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ചിക്കനെല്ലാം കൂടെ തട്ടിക്കൂട്ടി പെട്ടിയിലാക്കി. പിന്നെ നമ്മളൊരു 3 മണിക്കൊക്കെയാണ് കേട്ടോ ഈ ഒരു സംഭവം പ്ലാൻ ചെയ്തത്. പക്ഷേ എല്ലാവരും വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 4-4:30 ആയി. പലരും പല സ്ഥലത്തു നിന്ന് വരേണ്ടത് കൊണ്ട് കുറച്ച് ലേറ്റ് ആയെങ്കിലും സംഗതി അടിപൊളിയായിരുന്നു. ഷാബിൻ ചേട്ടനാണ് ഈ ഗ്രില്ലിൻ്റെ സംഭവം വീട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. അജിത്തേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് തോന്നുന്നു ഈ സംഭവം കൊണ്ടുവന്നത്. പുള്ളിക്കാരനാണ് ചിക്കൻ വറക്കാനും പൊരിക്കാനൊക്കെ മുന്നേ നിന്ന്. നമ്മുടെ ക്രിക്കറ്റ് കളിയിൽ അസാമാന്യ പെർഫോമൻസ് കാഴ്ചവെച്ച വ്യക്തിയാണ് ഇപ്പം ഈ ഫോട്ടോ അയച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ ഒരു സമയമായപ്പോഴത്തേക്ക് നമ്മുടെ ടിജോ നല്ല ഒന്നാന്തരം തിലോപ്പിയ മീൻ സംഭവം സെറ്റായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു 4-5 മിനിറ്റ് ആയിരുന്നു കേട്ടോ. റൺസൻ ചേട്ടനാണ് ഇതിൻ്റെ മസാലയൊക്കെ കൂട്ടി സംഭവം സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അത്യാവശ്യമുള്ള മുഴുവൻ സാധനങ്ങളും കോസ്കോയാണ് മേടിച്ചത്. അതുകൊണ്ട് വലിയ പൈസയൊന്നും വന്നിട്ടില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും എല്ലാവരും കൂടെ കണക്ക് വരുമ്പോൾ അറിയാം. മസാല പൊതിഞ്ഞ് തിലോപ്പി എത്തിയപ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയ രീതിയിൽ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അവിടുന്ന് ഇവിടുന്ന് കുറച്ചൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് പോയി. പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. ക്രിക്കറ്റ് കളിയിൽ തീയുണ്ട പോലെ ബോൾ എറിഞ്ഞ മനുഷ്യനാണ് ഈ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ നല്ല ഒന്നാമതൊരു ബോളറാണെങ്കിലും നല്ല കനത്ത പോളിംഗ് നടത്തുന്നൊരു മനുഷ്യനായിരുന്നു. ജയ്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ബിരിയാണി എൻ്റെ സാറേ ഒരു രക്ഷയില്ല. എല്ലാവരും എല്ലാം കഴിച്ചൊന്ന് സെറ്റായപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആഘോഷത്തിൻ്റെ മൂടായിരുന്നു കേട്ടോ. ഈ ഇരിക്കുന്ന മനുഷ്യനാണ് കാക്കിക്കുള്ളിലെ കൊലാകാരൻ. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോളേജിലെ കലാമണ്ഡലത്തിലെ പ്രധാന സാന്നിധ്യമായിരുന്നു ഇങ്ങേര് വല്ലാത്തൊരു സംഭവമായിരുന്നു കേട്ടോ ഇവിടെ. എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം കിട്ടി. എല്ലാവരും അടിച്ചു പൊളിച്ച് സന്തോഷത്തോടു കൂടി കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഒരു അടിപൊളി ദിവസം. ഇനിയുള്ള പേക്കൂത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ബൈ ബൈ ഫ്രം ടൈം ട്രാവൽ. ഇതൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ഇവന്റെ വയറ്റില് കൊക്കോ പുഴുവല്ല. இந்த கோழியை பார்த்தாலே தெரியும் நல்ல டேஸ்ட். ഇവനെ അറിയാവോ? ഇവൻ ഭയങ്കര ക്യാമറമാനാ. ഫേമസ് ആണോ? ഫേമസ് ആണോന്നോ ഒന്നും പറയാ. ഊങ്ങിക്കിടന്നല്ലേ ഇവൻ ഓരോ ഷോട്ടുകൾ കൊടുക്കുന്നേ. റിസ്കി ഷോട്ടുകളാ. മറ്റേതുമില്ല
ഇനി പുനരധിവാസം അടിമുടി ഒരു പുതിയ വിലാസം തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ട് തോന്യാസം കിതക്കിതക്കണ പെടക്കണ ശ്വാസം ചെവികളിൽ ഇനി അരുതുപദേശം തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ടു തോന്യാസം കട്ടപ്പാച്ചിലാണടി പതറുകയില്ല നേടി സ്വാതന്ത്ര്യം മുഖ്യൻ താഴെ വന്നൊരു ചെറുപൊടി വീശയിൽ ആത്മവിശ്വാസം കാണും കണ്ണുകൾക്കിത് ഹാസ്യം ചില നേരമാവാസം അവിവേകമാണിനി ലക്ഷ്യം അവതാളമാക്കാം മൊത്തം മാം യൂണിഫോം കം No, not yet. ഇല്ലേ മാം വെൻ ഓക്കെ മാം കാട്ടിൽ വിറകുകൾ അനവധി വിടുവാ പിറപ്പെടുപ്പിന്റെ ഉടമ്പടി വരവായി കടലിളകിയ കണക്കിനി തുടലൊടിഞ്ഞവർ സടകുടഞ്ഞിതുവഴി ഉടയണം പൊട്ടിച്ചിതറണം ഇരുമ്പഴി ചൊരത്തിളപ്പിന്റെ ഇളക്കങ്ങൾ മുറക്കിനി പടവുകൾ പുതുപതിവുകൾ നിരവധി തുണയായി പുതുപടയുടെ കുളമ്പടി പുരമതി ഇനി പുനരധിവാസം അടിമുടി ഒരു പുതിയ വിലാസം തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ടു തോന്യാസം കിതക്കിതക്കണ പെടക്കണ ശ്വാസം ചെവികളിൽ ഇനി അരുളുപദേശം തനി നിറമിട്ട് തണിയണ നെഞ്ചെ കാട്ടു തോന്യാസം നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ് ഒരുത്തനെ പേടിക്കാൻ പോലുള്ള പടയൊരുക്കം പിരിമുറുക്കം തടിമിടുക്കല കൊടുമൈക്കം പുത്തനടവുകൾ തുടർപഠനം ഇത് അടിയറവിൻ ഖബർ